COP7B. നമ്മൾ എന്തെങ്കിലും കോടതിയിൽ ഏതെങ്കിലും വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാവും. അവിടെ എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഓരോ നിയമവും കൃത്യമായി അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിരിവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ്. പോലീസ് സ്റ്റേഷനുകളെ പോലും നമുക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. നമ്മുടെ ഗവൺമെന്റിലുള്ളവരെയും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. പക്ഷെ നമുക്കെപ്പോഴും നമ്മുടെ കോടതികളിൽ അതികഠിനമായ വിശ്വാസമുണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിൻ്റെ കാരണം എന്താ? അത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട, ഓരോരുത്തർക്കും അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് ആനുപാതികമായി അവർ അതിനെ മാറ്റി കാണുന്നില്ല. ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട നിയമാവലികളാൽ നടത്തപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അപ്പൊ തന്നെ മുൻകാലങ്ങളിൽ നടന്ന ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഡോക്യുമെന്റ് തുടങ്ങി അതിന് നടന്ന വാദപ്രതിവാദങ്ങളുടെയും വിധിന്യായത്തിന്റെയും ഡോക്യുമെന്റ് വരെ പരിശോധിച്ച് അതിൻ്റെ എല്ലാ സാധ്യതയും മനസ്സിലാക്കിയിട്ടാണ് പുതിയൊരു കാര്യത്തിന് തീരുമാനമുണ്ടാക്കുക. അതുപോലെ നമ്മുടെ ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഒരു പേഷ്യന്റിന് ഡിസൈഡ് ചെയ്യപ്പെടുമ്പോൾ അതിന് കൃത്യമായി എഴുതി വെക്കപ്പെട്ട ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവണം. അത് പ്രൊസീജിയറിനായാലും ഡയഗ്നോസിസിനായാലും തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റിനാണെങ്കിലും ഏതെങ്കിലും സപ്പോർട്ടീവ് സർവീസസിനാണെങ്കിലും. പലപ്പോഴും സപ്പോർട്ടീവ് സർവീസസ് ഒക്കെ അവിടെ ജോലി ചെയ്യുന്നവരുടെ മനോധർമ്മം അനുസരിച്ച് നടത്തപ്പെടുന്നുണ്ട് പല ഹോസ്പിറ്റലുകളിലും. നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. അത് അപ്പോൾ COP7Bയിൽ എന്താ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കൃത്യമായി എഴുതപ്പെട്ട ഗൈഡൻസ് ഉണ്ടാവണം. പ്രീ പ്രൊസീജിയർ, ഓൺ ദ ടൈം ഓഫ് പ്രൊസീജിയർ, പോസ്റ്റ് പ്രൊസീജിയർ കെയർ എങ്ങനെയായിരിക്കണം. അതിനെ നമ്മൾ ആ പ്രൊസീജിയർ നടത്തുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സിന്റെ സേഫായിട്ടുള്ള യൂട്ടിലൈസേഷനെ കുറിച്ച് ഗൈഡ് ലൈൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ എക്യുപ്മെന്റ് എടുത്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൃത്യം ഗൈഡ് ലൈൻ, റിട്ടേൺ ഗൈഡ് ലൈൻ ഉണ്ടാവണം. ആരെങ്കിലും എവിടെന്നെങ്കിലും കണ്ട് മനസ്സിലാക്കി വന്ന രീതിയിലെടുത്തല്ല ഉപകരണം ഉപയോഗിക്കേണ്ടത്. ആ ഓരോ ഉപകരണം ഉപയോഗിക്കേണ്ട രീതിക്ക് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. അതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രൊസീജിയറിന് മുമ്പ് മിനിമം വൈറ്റലെങ്കിലും എടുക്കണം. ആ പേഷ്യൻ്റെ അപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ മോണിറ്റർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് COP7B. പെർഫോമൻസ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ റിട്ടൺ ഗൈഡൻസ് ആൻഡ് ഡൺ ഇൻ എ സേഫ് മാനർ. അവിടെ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട്. കൃത്യമായ ഗൈഡൻസിന് ആനുപാതികമായിട്ട് വളരെ സേഫായിട്ട് നടത്തേണ്ട കാര്യമാണ് ഒരു പ്രൊസീജിയർ. COP കെയർ ഓഫ് പേഷ്യൻസ് 7th സ്റ്റാൻഡേർഡ് 7B COP7B.